വിശ്വാസമാർഗമുണ്ട്, വിശ്വാസനാഥനുണ്ട്, കൂട്ടിനായി കൂടെയെന്നും. വിശ്വാസ പോർക്കളത്തിൽ നല്ല പോർ പൊരുതുവാൻ തൻ കൃപ മതിയെ എനിക്ക്. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. ഒരിക്കൽ നമ്മെ താൻ മാനിക്കും നിശ്ചയം, ആ നല്ല നാളുകൾ സമീപമാകയാ. ഒരിക്കൽ നമ്മെ താൻ മാനിക്കും നിശ്ചയം, ആ നല്ല നാളുകൾ സമീപമാകയാ. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. നീതിമാർഗമോതിടുന്ന നല്ല വേലക്കാർ, നക്ഷത്രങ്ങൾ പോലെ വാനിൽ ശോഭിക്കുന്നതാ. നീതിമാർഗം ഓതിടുന്ന നല്ല വേലക്കാർ, നക്ഷത്രങ്ങൾ പോലെ വാനിൽ ശോഭിക്കുന്നതാ. ആത്മഭാരത്തോടെ നാം വേല ചെയ്യുക, ആത്മഭാരത്തോടെ നാം വേല ചെയ്യുക. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. കർത്തൻ വരവേറ്റവും സമീപമാകയാൽ, നമ്മെ ചേർപ്പാൻ മേഘവാനിൽ വീണ്ടും വരികയാൽ. കർത്തൻ വരവേറ്റവും സമീപമാകയാൽ, നമ്മെ ചേർപ്പാൻ മേഘവാനിൽ വീണ്ടും വരികയാൽ. വിളക്കിലെണ്ണ നാം കരുതി വയ്ക്കുക, വിളക്കിലെണ്ണ നാം കരുതി വയ്ക്കുക. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. ഒരിക്കൽ നമ്മെ താൻ മാനിക്കും നിശ്ചയം, ഒരിക്കൽ നമ്മെ താൻ മാനിക്കും നിശ്ചയം. ആ നല്ല നാളുകൾ സമീപമാകയാ, ആ നല്ല നാളുകൾ സമീപമാകയാ. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. നീതിമാർഗം ഓതിടുന്നവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്.
ദൈവത്തിൻ്റെ വലിയ ആനുകൂല്യങ്ങൾക്കായി നന്ദി പറയാം. വീണ്ടും വിശ്വാസവാക്കുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വിശ്വാസവാക്കുകൾ ഒരു പടി കൂടെ നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കട്ടെ. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ വിലയുള്ളവനാക്കി ബലമുള്ളവനാക്കി മാറ്റട്ടെ. ഇന്ന് ഞാൻ സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത് യേശുവിൻ്റെ സുവിശേഷ വാഗ്ദത്തങ്ങളെക്കുറിച്ചാണ്. നാം വേദപുസ്തകം വ്യക്തമായി പഠിക്കുകയാണെങ്കിൽ ഒരു മർമ്മം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏതു കാര്യത്തിലും മുൻപേ പോകുന്നത് വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തത്തോട് എത്രമാത്രം നാം അടുക്കുന്നു, ഏറ്റെടുക്കുന്നു, നീതി പുലർത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ആനുകൂല്യം നമുക്ക് ലഭ്യമാക്കുന്നത്. യേശു മനുഷ്യന് കൊടുത്ത ഒന്നാമത്തെ വാഗ്ദത്തം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വാഗ്ദത്തമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും. അതൊരു മഹത്തായ വാഗ്ദത്തമായിരുന്നു. അതിനകത്ത് സംശയത്തിന് ലെവലേശം സ്ഥാനമില്ല. ഉണ്ടാക്കി കൊടുക്കും. എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും ഞാനത് ചെയ്യുമെന്നാണ് ആ വാഗ്ദത്തം വ്യക്തമാക്കുന്നത്. അത് യഥാർത്ഥമായി ഗ്രഹിച്ച മനുഷ്യൻ ആദാം അതിനുവേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറായി. അത് കഴിഞ്ഞ് ദൈവം ചെയ്ത പ്രവൃത്തി നിങ്ങൾക്കറിയണമോ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനുശേഷം, ഈ വാഗ്ദത്തം കൊടുത്തതിനു ശേഷം ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളെയും അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ദൈവം നോക്കി, ഇതിൽ ഏതിനെങ്കിലും അവൻ ഭാര്യയായി തിരഞ്ഞെടുക്കുമോ, നാരി എന്ന് പേരിട്ട് സ്വീകരിക്കുമോ എന്ന് ദൈവം നോക്കുവാനിടയായി. പക്ഷേ അവിടെ വായിക്കുന്നു, അവനൊരു ഭാര്യയെ അതിലെങ്ങും അവൻ കണ്ടെത്തിയില്ല. ഒരു കുരങ്ങിനെ അവൻ ഭാര്യയാക്കി മാറ്റിയില്ല, ഒരു പട്ടിയെ അവൻ ഭാര്യയാക്കി മാറ്റിയില്ല, ഒരു പശുവിനെ അവൻ ഭാര്യയാക്കി മാറ്റിയില്ല, വലിപ്പം കൂടിയ ആനയെപ്പോലും അവൻ ഭാര്യയാക്കി മാറ്റിയില്ല. കാര്യം എന്താണ്? അവൻ്റെ അകത്ത് കിടന്ന വാഗ്ദത്തം. അവൻ വിശ്വസിച്ചു. വാക്കു പറഞ്ഞവൻ വിശ്വസ്തനാണ്. ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞവൻ ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും. അതിന് പ്രകാരം വിശ്വാസത്തിന്റെ പരിശോധനയിൽ അവൻ ജയിച്ചപ്പോൾ ദൈവം അവന് ഒരു ഗാഢനിദ്ര കൊടുത്തു. അവൻ്റെ വാരിയലിൽ ഒന്നെടുത്ത് മാംസം പിടിപ്പിച്ച് അതിനെ അവൻ്റെ ഭാര്യയാക്കി മാറ്റി അവൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാനിടയായി. ഞാൻ പറഞ്ഞത്, ഏതു വിഷയത്തിലും ആദ്യം പോകുന്നത് വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം അതിൻ്റെ ഗൗരവമായ നിലവാരങ്ങളിൽ ഏറ്റെടുക്കുമെങ്കിൽ അതിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുപോകും. കൊണ്ടു ചെന്നിട്ടല്ല പറഞ്ഞത്, അതിനു മുമ്പേ അവരിൽ വിശ്വാസമുള്ളവർ അത് ഏറ്റെടുക്കുവാൻ തയ്യാറായി, ഏറ്റെടുത്ത് ചുവടുകൾ വെക്കുവാൻ തയ്യാറായി. അവർ ആ ദേശത്ത് എത്തിച്ചേർന്നു. ഏതു കാര്യത്തിലും ആദ്യം പോകുന്നത് വാഗ്ദത്തമാണ്. യോശുവയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയവനാക്കും. അല്പം കഴിയുമ്പോൾ വായിക്കുന്നു, ദൈവം അവനെ വലിയവനാക്കി. വാഗ്ദത്തം ദൈവം നൽകുന്നുവെങ്കിൽ അതിന് നിവൃത്തീകരണമുണ്ട്. അത് സംഭവിക്കും. ആകാശവും ഭൂമിയും മാറിപ്പോയാലും അതിന് മാറ്റമില്ല. ഇന്ന് ഞാൻ നൽകുവാൻ താല്പര്യപ്പെടുന്നത് യേശു കർത്താവിൻ്റെ സുവിശേഷ വാഗ്ദത്തങ്ങളാണ്. യേശു പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട് സത്യം. മത്തായി 9-ാം അധ്യായം 37-ാമത്തെ വാക്യം. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. നാം വ്യക്തമായിട്ട് ആ വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ സാഹചര്യം പഠിച്ചാൽ, ഇടയനില്ലാതെ ചിന്നിയവരും ചിതറിയുമായ പുരുഷാരത്തെ കണ്ടിട്ടാണ് യേശു ഈ വാഗ്ദത്തം നൽകുന്നത്. കൊയ്ത്ത് വളരെയുണ്ട് സത്യം. ലോകപ്രകാരം പറയുകയാണെങ്കിൽ ഒരു സാധ്യതയുമില്ലാത്തൊരു കൂട്ടത്തെ കണ്ടിട്ടാണ് യേശു പറയുന്നത്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം. അത് ഒരു സുവിശേഷ വാഗ്ദത്തമാണ്. പക്ഷേ അതിനനുസരിച്ച് ചുവട് വെക്കുവാൻ കൂടെ നാം തയ്യാറാകണം. യേശു പറഞ്ഞു, ആകയാൽ
കൊയ്ത്ത് വളരെയുണ്ട് സത്യം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ. അവിടെ ഉപയോഗിച്ച വാക്ക് യാചിപ്പിൻ എന്ന വാക്കാണ്. ഭിക്ഷ യാചിക്കുന്നത് പോലെ, കർത്താവേ എന്നെ ഒരു കൊയ്ത്തിന്റെ വേലക്കാരനാക്കി മാറ്റണമേ. നിന്റെ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടുവാൻ, അത് സംഭവിക്കുവാൻ ഞാൻ ഒരു ചാലകമായി ഉയർത്തപ്പെടട്ടെ. എന്നെ നീ ഒരു കൊയ്ത്തിന്റെ വേലക്കാരനാക്കി മാറ്റണമേ. യാചിക്കുക. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത് സംഭവിക്കും. അതിനനുസരിച്ച് നാം ചുവടുകൾ വെച്ചാൽ മാത്രം മതി. വീണ്ടും യേശു പറഞ്ഞു, മനുഷ്യരെ പിടിക്കുന്നവരാക്കും. വാസ്തവത്തിൽ അത് പത്രോസിനോട് മാത്രമുള്ള ഒരു ദൂതായിരുന്നു. എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും. അതൊരു വാഗ്ദത്തമാണ്. മത്സ്യം പിടിച്ച് നടന്ന പത്രോസിനെ, മുക്കുവനായ പത്രോസിനെ ഇതാ മനുഷ്യനെ പിടിക്കുന്ന നിലവാരങ്ങളിലേക്ക് ഉയർത്തുമെന്ന് യേശു കർത്താവ് ഒരു വാഗ്ദത്തം കൊടുക്കുന്നു. അത് സംഭവിച്ചു. 3.5 വർഷം കഴിഞ്ഞപ്പോൾ അതിന് നിവൃത്തിയുണ്ടായി. നോക്കുക, പെന്തക്കോസ്ത് നാളിൽ 3000 പെരുത്ത മീനെ പിടിക്കുന്ന നിലവാരങ്ങളിലേക്ക് പത്രോസ് ഉയർത്തപ്പെടുവാനിടയായി. ഏറ്റെടുക്കുക സുവിശേഷ വാഗ്ദത്തങ്ങൾ. വീണ്ടും മർക്കോസ് 16:17 വാക്യം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളെ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. നോക്കുക, യേശു പ്രോത്സാഹിപ്പിച്ച ശുശ്രൂഷ വിശ്വസിക്കുന്നവന്റെ ശുശ്രൂഷയാണ്. യേശു പ്രവചന ശുശ്രൂഷ പ്രോത്സാഹിപ്പിച്ചില്ല. യേശു മധ്യസ്ഥന്മാരെ വാഴിച്ചില്ല. യേശു ഇടനിലക്കാരെ വെച്ചില്ല. ഇന്നും ഇത് മനസ്സിലാക്കാത്ത ജനം വഞ്ചിക്കപ്പെടുന്നു, ചതിക്കപ്പെടുന്നു. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? യേശു പ്രോത്സാഹിപ്പിച്ചത് വിശ്വസിക്കുന്നവന്റെ ശുശ്രൂഷയാണ്. അതാണ് മർക്കോസ് 16:17-18 വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവിടെ സുവിശേഷവുമായി ബന്ധപ്പെട്ട വാഗ്ദത്തം എന്താണ്? അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ഇന്ന് നാം കാണുന്ന സമൂഹത്തെ നശിപ്പിക്കുന്നത് എന്താണ്? സർപ്പവ്യാപാരം. അകത്തിരിക്കുന്ന ദുഷ്ടപിശാച് ഇതിനെ റിമൂവ് ചെയ്യുവാൻ, ഇതിനെ പുറത്തെടുത്ത് കളയുവാൻ ഗവൺമെന്റിനോ കോടതികൾക്കോ പോലീസിനോ ഒരു സംവിധാനവുമില്ല. എന്നാൽ വിശ്വാസമുള്ളൊരു ദൈവ പൈതലിന് അതിനുള്ള അധികാരമുണ്ട്. യേശു അത് നൽകിയിട്ടുണ്ട്. അതാണ് ഈ വാക്യം വ്യക്തമാക്കുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ട്രെയിനിൽ സഞ്ചരിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മുമ്പിൽ ഒരു സഹോദരൻ ഇരിപ്പുണ്ട്. അദ്ദേഹം പെട്ടെന്നൊരു ഫോൺ വന്നു, ടെലിഫോൺ വന്നു. ഒരു മൊബൈൽ ഫോണിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴും ഇഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല, പക്ഷേ എനിക്ക് കാര്യം മനസ്സിലായി. ഡോക്ടർ പറഞ്ഞു, അവിടെ ഇവിടെയൊക്കെ ചെക്കപ്പ് നടത്തി, ഒരുപാട് പരിശോധന നടത്തി, എന്നിട്ടൊന്നും ഒരു ഫലവുമില്ല, നിങ്ങൾക്കൊരു രോഗവുമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഇഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ട ഒരു കാര്യമാണ്. ആൾക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ സംസാരിക്കുന്നത്. ഇപ്പോഴും ഇഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. സർപ്പവ്യാപാരം, പൈശാചിക തേർവാഴ്ച. ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്താണ് രോഗമെന്ന്. ചികിത്സയില്ല, മരുന്നില്ല. മരുന്ന് വിശ്വസിക്കുന്നവന്റെ കയ്യിലുണ്ട്. എന്നെ കേൾക്കുന്ന വിശ്വാസിയെ, നിന്റെ കയ്യിൽ ഈ സർപ്പവ്യാപാരത്തെ തകർക്കുന്ന, സർപ്പങ്ങളെ പിടിച്ചെടുക്കുന്ന അഭിഷേകത്തിന്റെ, വിശ്വാസത്തിന്റെ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ നീ ലോകത്തിന് വേണ്ടപ്പെട്ടവനാണ്. നിന്റെ ശുശ്രൂഷ ലോകത്തിന് ആവശ്യമുണ്ട്. അനേക ജീവിതങ്ങൾ സർപ്പവ്യാപാരത്താൽ, സർപ്പദോഷത്താൽ, പൈശാചിക തേർവാഴ്ചയാൽ വലയുകയാണ്, വഞ്ചിക്കപ്പെടുകയാണ്, ചതിക്കപ്പെടുകയാണ്. വാഗ്ദത്തം ഏറ്റെടുക്ക്. വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും. അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. നോക്കുക, മെലിത്ത ദ്വീപിൽ
പൗലോസ് എത്തിയപ്പോൾ അവിടെ സർപ്പവ്യാപാരമാണ്. ആ സർപ്പം അവൻ്റെ കൈക്കും പറ്റി. അവൻ ചത്തുവീഴുമെന്ന് ലോകർ നോക്കി നിൽക്കവേ അവൻ ആ സർപ്പത്തെ പിടിച്ചെടുത്ത് തീയിൽ കുടയുവാനിടയായി. അതാണ് അവൻ്റെ മേൽ വ്യാപരിച്ച വിശ്വാസത്തിൻ്റെ അധികാരം. എന്നെ കേൾക്കുന്ന വിശ്വാസി, നീ ഒരു സാധാരണക്കാരനല്ല. ദുഷ്ടപിശാചിനെ, ലോകത്തെ വലയ്ക്കുന്ന, ജീവിതങ്ങളെ തകർക്കുന്ന ദുഷ്ടപിശാചിനെ പിടിച്ചെടുത്ത് തീയിൽ കുടയുവാൻ നിനക്ക് അഭിഷേകമുണ്ട്, അധികാരമുണ്ട്. ആ വാഗ്ദത്തം നിന്നിൽ നിറവേറ്റപ്പെടട്ടെ. അതൊരു സുവിശേഷ ദൗത്യമാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. വീണ്ടും യേശു ഒരു വാഗ്ദത്തം കൊടുത്തു. യേശുവിൻ്റെ അന്ത്യവാചകമായിട്ട് പുനരുത്ഥാനത്തിനു ശേഷം മത്തായി 28 അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളി ചെയ്തു. നോക്കുക, യേശു ഒരു സുവിശേഷ വാഗ്ദത്തം കൊടുക്കുന്നു. ഞാനോ ലോക അവസാനത്തോളം നിങ്ങളുടെ കൂടെയുണ്ട്. ഇതൊരു സുവിശേഷ വാഗ്ദത്തമാണ്. എന്ത് ചെയ്താലാണ് യേശു കൂടെ നിൽക്കുന്നത്? ഇവിടെ വായിക്കുന്നു, നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. ഞാൻ എന്താണ് നിങ്ങളെ പഠിപ്പിച്ചത്? എൻ്റെ ജീവിതം കൊണ്ടും വചനം കൊണ്ടും നിങ്ങളെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ എന്താണ് പഠിപ്പിച്ചത്? അത് പ്രമാണിപ്പാൻ ജനത്തെ തക്കവണ്ണം ഉപദേശിക്കണം. അങ്ങനെ ഉപദേശിച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെയിരിക്കും. നിങ്ങളുടെ സുവിശേഷ ദൗത്യത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെയിരിക്കും. നിങ്ങളുടെ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങളുടെ കൂടെയിരിക്കും. നിങ്ങളുടെ പുറപ്പാടുകളിൽ ഞാൻ നിങ്ങളുടെ കൂടെയിരിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. വീണ്ടും മുമ്പോട്ട് പോകാം. യേശു പറഞ്ഞു, വലിയത് ചെയ്യും. അതൊരു സുവിശേഷ വാഗ്ദത്തമായിരുന്നു. യോഹന്നാൻ 14 അധ്യായം അതിൻ്റെ 12 വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഒരസാധാരണ വാക്യമാണ് യേശു പറഞ്ഞത്, വാഗ്ദത്തം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. തീർന്നില്ല, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നോക്കുക, യേശു 3 ഭാഷയിൽ സംസാരിച്ചുവെങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് ഭാഷകളിലേക്ക് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നില്ലേ? വ്യക്തികളാകട്ടെ വിവിധ ഭാഷകളിലേക്ക് 6, 7 ഭാഷകളിലൊക്കെ സുവിശേഷം പറയുന്ന വ്യക്തികളെ ഇന്ന് കർത്താവ് എഴുന്നേൽപ്പിച്ചില്ലേ? യേശു അക്കാലത്ത് വളരെ ചുരുക്കം പേരോടാണ് സുവിശേഷം പറഞ്ഞത്. ഒരു സ്ഥലത്ത് ഒതുങ്ങുന്ന ശുശ്രൂഷ. എന്നാൽ എത്ര രാജ്യങ്ങളിലേക്കാണ് അത് വ്യാപിക്കപ്പെട്ടിരിക്കുന്നത്? കാര്യം എന്താണ്? യേശുവിൻ്റെ വാഗ്ദത്തത്തിൻ്റെ നിവർത്തി. ഞാൻ ചെയ്തതിനേക്കാൾ വലിയത് നീ ചെയ്യും. ഇന്ന് ഇത് കേൾക്കുമ്പോൾ ഈ വാഗ്ദത്തം ഗൗരവമായിട്ട് ആര് ഏറ്റെടുക്കും? അവർക്ക് വലിയത് ചെയ്യുവാനുള്ള പ്രത്യേക അഭിഷേകം കൂടെ കർത്താവ് നൽകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. വീണ്ടും പറഞ്ഞു, വലിയത് കാണും. വലിയത് ചെയ്യുമെന്ന് മാത്രമല്ല, വലിയത് കാണും. അത് നഥനയേലിനോടാണ് പറയുവാനിടയായത്. നഥനയേലേ, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടതുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? ഇതിൽ വലിയതും നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഇതിൽ വലിയതും നീ കാണും. എന്താണ് നീ കാണാൻ പോകുന്നത്? സ്വർഗം നീ കാണാൻ പോകുകയാണ്. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച നീ കാണാൻ പോകുകയാണ്. വലിയത് കാണും. അത് ഒരു സുവിശേഷ ഒരു വാഗ്ദത്തമാണ്. ഒരു വലിയ നിലവാരങ്ങളിലേക്ക്, ഉയർന്ന നിലവാരങ്ങളിലേക്ക് നീ ഉയർന്നു വരുമെന്ന് യേശു സുവിശേഷ വാഗ്ദത്തം നൽകുവാനിടയായി. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 18 അധ്യായം 9 മുതൽ.
രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്നരുളി ചെയ്തു. നോക്കുക, നീ ഭയപ്പെടേണ്ട. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തെങ്കിലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അന്നും ഇന്നും അവൻ പ്രത്യക്ഷനാകുകയാണ്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും വരുമെന്ന് വാക്കു പറഞ്ഞവൻ ഇതാ രാത്രി ദർശനത്തിൽ പൗലോസിനോട് സംസാരിക്കുകയാണ്. നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. എന്ത് പ്രസംഗിക്കണം? സുവിശേഷം ഭയപ്പെടാതെ നീ പ്രസംഗിക്കണം. കാരണം എന്താണ്? ഞാൻ നിന്റെ കൂടെയുണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. നോക്കുക, അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ക്രിസ്ത്യൻ സമൂഹമില്ല. എന്നിട്ടും യേശു പറയുകയാണ്, കർത്താവ് പറയുകയാണ്, എനിക്ക് വളരെ ജനമുണ്ട്. അതിൻ്റെ കാര്യം എന്താണ്? നീ ഞാൻ പറഞ്ഞ വാഗ്ദത്തം ഭയപ്പെടാതെ ഏറ്റെടുക്കുമെങ്കിൽ നിന്നെ സഹായിക്കുവാൻ ആയിരങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ എനിക്ക് കഴിയും. ആയിരങ്ങളിൽ അകത്ത് വ്യാപരിക്കുന്ന ദുഷ്ടവ്യാപാരത്തെ തകർത്ത് നിന്റെ ശുശ്രൂഷയ്ക്ക് അവരെ അനുകൂലമാക്കി മാറ്റുവാൻ എനിക്ക് കഴിയുമെന്നാണ് ദൈവം സുവിശേഷ വാഗ്ദത്തം കൊടുക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നോട് ഇതേ വാക്കുകൾ യേശു വീണ്ടും ആവർത്തിക്കുകയാണ്. സുവിശേഷ ദൗത്യത്തിൽ മുന്നോട്ട് പോകുമെങ്കിൽ വാഗ്ദത്തങ്ങൾ നിന്റെ കൂടെയുണ്ട്. നീ വലിയത് കാണും, നീ വലിയത് ചെയ്യും. നിന്നോടുകൂടെ ദൈവമുണ്ട്. കൊയ്ത്ത് വളരെയുണ്ട്. മനുഷ്യരെ പിടിക്കുന്നവരാകും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. എല്ലാ കാലത്തും ദൈവം കൂടെയിരിക്കും. വാഗ്ദത്തം ഏറ്റെടുത്ത് ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ തയ്യാറാകട്ടെ. ഒരു കാലത്തും നിരാശപ്പെടേണ്ടി വരികയില്ല. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആർക്ക് എതിർ പറയുവാൻ കഴിയും? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ഇന്ന് ഈ വചനം കേട്ടപ്പോൾ എനിക്കും വാഗ്ദത്തങ്ങളെ ഏറ്റെടുത്ത് ചുവടുകൾ മുന്നോട്ട് വെക്കണം താല്പര്യമുള്ളവർ ഒരു വാക്കിൽ പ്രാർത്ഥിക്കട്ടെ. യേശുവേ, എൻ്റെ ഹൃദയത്തിൽ വസിച്ച് നിന്റെ വാഗ്ദത്തങ്ങളെ അതിൻ്റെതായ ഗൗരവത്തെ ഏറ്റെടുത്ത് ചുവടുകൾ മുന്നോട്ട് വെക്കുവാനുള്ള കൃപ എൻ്റെ മേൽ പകരണമേ. വീണ്ടും ഈ പ്രോഗ്രാം വാച്ച് ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട്. കരങ്ങളെ നീട്ടാം വിശ്വാസത്തോടെ. സ്വർഗീയ പിതാവേ, ഇന്ന് നിന്റെ മാറ്റമില്ലാത്ത വചനം, അധികം പ്രവൃത്തിയുള്ള വചനം കേട്ട മക്കൾക്കായി പ്രാർത്ഥിക്കുന്നപ്പോ അവരുടെ മേൽ പ്രത്യേക ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. വിശ്വാസത്തിൻ്റെ വർധനയുണ്ടാകട്ടെ. ഇന്ന് കേട്ട വാഗ്ദത്തങ്ങൾ ഗൗരവമായിട്ടെടുത്ത് ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ കൃപ ലഭിക്കട്ടെ. എതിരായുള്ള ദുഷ്ട പ്ലാനുകളെ യേശുവിൻ്റെ നാമത്തിൽ വിശാലതയുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ, വിശ്വാസത്തിന് വർധനയുണ്ടാകട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോൾ, ആവശ്യങ്ങളിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ മഞ്ഞും മഴയും വെച്ച് അത്ഭുതം ചെയ്യണം. രക്തക്കോട്ടിൽ മറക്കും മകത്വമെല്ലാം യേശുവിന്. യേശു നാമത്തിൻ്റെ ആമേൻ, ആമേൻ. ഇന്നും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേട്ടവരെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കൊല്ലം പട്ടണത്തിൽ വിശ്വാസ വാക്കുകൾ കേൾക്കുവാൻ ഒരു നല്ല ആലയമുണ്ട്. വിശ്വാസത്തിൻ്റെ അന്തരീക്ഷമുള്ള ഒരു നല്ല ആലയമുണ്ട്. വരിക, വില കൊടുത്ത് വരിക. വന്നാൽ അവിടെ യേശുവിൻ്റെ പ്രവൃത്തിയുണ്ട്. യേശുവിന് പ്രവർത്തിക്കാൻ കഴിയുന്നത് വിശ്വാസമുള്ള അന്തരീക്ഷത്തിലാണ്. കൊല്ലം പട്ടണ നടുഭാഗത്ത് ഫോൺ നമ്പർ എഴുതി കാണിക്കുന്നല്ലോ. ചോദിച്ചു വരിക. അത് ഒരു വഴിത്തിരിവായിരിക്കും. അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു ദൂതമായി കണ്ടുമുട്ടാം. അതുവരെയും കർത്താവ് സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ.
ഒരിക്കൽ നമ്മെ താൻ മാനിക്കും നിശ്ചയം. ആ നല്ല നാളുകൾ സമീപമാകയാ. ഒരിക്കൽ നമ്മെ താൻ മാനിക്കും നിശ്ചയം. ആ നല്ല നാളുകൾ സമീപമാകയാ. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. നീതിമാർഗമോതിടുന്ന നല്ല വേലക്കാർ, നക്ഷത്രങ്ങൾ പോലെ വാനിൽ ശോഭിക്കുന്നതാ. നീതിമാർഗം ഓതിടുന്ന നല്ല വേലക്കാർ, നക്ഷത്രങ്ങൾ പോലെ വാനിൽ ശോഭിക്കുന്നതാ. ആത്മഭാരത്തോടെ നാം വേല ചെയ്യുക, ആത്മഭാരത്തോടെ നാം വേല ചെയ്യുക. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. ഡോക്ടർ മുനു ജോസ് ചാക്കോ, ജോസ് വില്ല, KLRA 16, കപ്പലണ്ടിമുക്ക്, മുണ്ടയ്ക്കൽ PU, കൊല്ലം 1, കേരള. ഫോൺ നമ്പർ 9446793001. ഒരു കൊയ്ത്തുകാലം വേഗം